എസ്റ്റേറ്റ് ഏറ്റെടുക്കലിനെതിരായ കോടതി വിധിക്ക് ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ. സംസ്ഥാനത്ത് വിദേശ കമ്പനികളുടെയും വ്യക്തികളുടെയും പേരിലുണ്ടായിരുന്ന 1,66,000 ഏക്കർ തോട്ടഭൂമികളാണ് തിരികെ പിടിക്കാനുള്ള ശ്രമങ്ങൾക്ക് ഈ വിധി തിരിച്ചടിയാകുന്ന ആശങ്ക ഉടലെടുക്കുന്നത്. വയനാട്ടിൽ മാത്രം സർക്കാരിന് തിരിച്ചുപിടിക്കാനുള്ളത് 54,000 ഏക്കറിലേറെ വിദേശ തോട്ടഭൂമിയാണ്. ജനം എക്സ്ക്ലൂസീവ്. സ്വാതന്ത്ര്യത്തിനു മുൻപ് വിദേശ പൗരന്മാർക്കും കമ്പനികൾക്കും പാട്ടത്തിനും ഗ്രാൻഡായും നൽകിയ കേരളത്തിലെ വലിയ എസ്റ്റേറ്റുകളെയാണ് വിദേശ തോട്ടഭൂമി അഥവാ ഫോറിൻ പ്ലാന്റേഷൻ ലാൻഡ് എന്ന് പ്രധാനമായും സൂചിപ്പിക്കുന്നത്. ഗവൺമെന്റ് ലാൻഡ് റിസംഷൻ വകുപ്പുകളിൽ നിന്നുള്ള കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് വിവിധ കമ്പനികളും വ്യക്തികളും 15 ഏക്കറിൽ കൂടുതൽ വീതം ആകെ 1,66,000 ഏക്കർ വിദേശ തോട്ടഭൂമികൾ കൈവശം വെച്ചിരിക്കുന്നു. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം വിവിധ ജില്ലകളിൽ ഉടമസ്ഥാവകാശം തിരിച്ചുപിടിക്കാൻ കളക്ടർമാർ വഴി സർക്കാർ നൽകിയിരിക്കുന്ന സിവിൽ കേസുകളും പുരോഗമിക്കുന്നുണ്ട്. എന്നാൽ ഇതേ ഗണത്തിൽപ്പെടുന്ന ചെറുവള്ളി എസ്റ്റേറ്റിലെ ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരായ പാലാ കോടതി വിധി വിദേശ തോട്ടഭൂമികൾ തിരിച്ചുപിടിക്കുന്നതിനുള്ള നടപടികൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തിയിരിക്കുകയാണ്. അവകാശം ഉന്നയിച്ച 2,263 ഏക്കർ ഭൂമി സർക്കാരിന്റേതല്ലെന്ന് വ്യക്തമാക്കിയാണ് പാലാ കോടതി ഹർജി തള്ളിയത്. 2005 ഹാരിസൺ മലയാളം ലിമിറ്റഡ് ബിൽവേഷ് ചർച്ചിന് കീഴിലുള്ള അയന ചാരിറ്റബിൾ ട്രസ്റ്റ് ഭൂമി വിറ്റതും കോടതി ശരിവെച്ചു. ഇതോടെ സമാനമായ സാഹചര്യങ്ങളിലുള്ള മറ്റ് വിദേശ തോട്ടഭൂമികളുടെ ക്രയവിക്രയങ്ങളും അംഗീകരിക്കപ്പെടുമെന്നതാണ് ആശങ്ക. വയനാട് പുനരധിവാസത്തിനായി ഭൂമി ഏറ്റെടുക്കുന്ന എൽസ്റ്റോൺ, നെടുമ്പാല എസ്റ്റേറ്റുകളും വിദേശ തോട്ടഭൂമികളാണ്. ജില്ലാടിസ്ഥാനത്തിൽ വരുമ്പോൾ വയനാട് 54,756.69 ഏക്കർ, ഇടുക്കി 54,722.45 ഏക്കർ, കൊല്ലം 11,203.84 ഏക്കർ, പത്തനംതിട്ട 10,720.76 ഏക്കർ എന്നിങ്ങനെയാണ് കൂടുതൽ വിദേശ തോട്ടഭൂമികളുള്ള ജില്ലകൾ. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം.